എല്ലാവർക്കും ക്യൂസ് ബ്രെയിനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്വാതന്ത്ര്യദിന ക്യൂസിലെ പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളുമായിട്ടാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. അതുപോലെ തന്നെ ക്യൂസ് ബ്രെയിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും നൽകിയിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നൽകുന്നതാണ്. എല്ലാവരും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര് എന്താണ്? ഉത്തരം അപ്സര എന്നാണ് ഇന്ത്യയുടെ ആദ്യത്തെ ആണവ റിയാക്ടറിൻ്റെ പേര്. റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട ഏത് സംസ്ഥാനത്താണ്? ഉത്തരം ആന്ധ്രാപ്രദേശിലാണ് റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ ശ്രീഹരിക്കോട്ട സ്ഥിതി ചെയ്യുന്നത്. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏതാണ്? ഉത്തരം എഡുസാറ്റ് ആണ് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം. വ്യാഴത്തിലിടിച്ച ഒരു വാൽനക്ഷത്രത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം ഷൂമാക്കർ ലേവി 9. ഇതാണ് വ്യാഴത്തിലിടിച്ച വാൽനക്ഷത്രം. ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം സ്പുട്നിക് 1. 1957 റഷ്യയാണ് ഇത് വിക്ഷേപിച്ചത്. ആധുനിക ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം കോപ്പർനിക്കസ് ആണ് ജ്യോതിശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയ മനുഷ്യൻ ആരാണ്? ഉത്തരം യൂറി ഗഗാറിനാണ് ആദ്യമായി ബഹിരാകാശ യാത്ര നടത്തിയത്. യൂറി ഗഗാറിൻ എത്ര സമയം കൊണ്ടാണ് ഭൂമിയെ ഒരു തവണ ചുറ്റിയത്? ഉത്തരം 108 മിനിറ്റ് കൊണ്ടാണ് യൂറി ഗഗാറിൻ ഭൂമിയെ ഒരു തവണ ചുറ്റിയത്. ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ്? ഉത്തരം ഒളിമ്പസ് മോണസ് ആണ് ചൊവ്വയിലെ അഗ്നിപർവ്വതങ്ങളിൽ ഏറ്റവും വലുത്. ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത ആരാണ്? ഉത്തരം വാലന്റീന തെരഷ്കോവയാണ് ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ വനിത. ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം ഏതാണ്? ഉത്തരം ചന്ദ്രയാൻ ആണ് ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ അയച്ച ആദ്യ ബഹിരാകാശ പേടകം. ഒരു വ്യാഴവട്ടക്കാലം എത്ര വർഷമാണ്? ഉത്തരം 12 വർഷമാണ് ഒരു വ്യാഴവട്ടക്കാലം. ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം ഏതാണ്? ഉത്തരം സിലിക്കൺ ആണ് ചന്ദ്രനിൽ ധാരാളമായി അടങ്ങിയ മൂലകം. ISROയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ബാംഗ്ലൂരിലെ അന്തരീക്ഷ് ഭവനാണ് ISROയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത് ആരാണ്? ഉത്തരം AB വാജ്പേയി ആണ് ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചന്ദ്രയാൻ എന്ന പേര് നിർദ്ദേശിച്ചത്. അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഉയർന്ന റോക്കറ്റിൻ്റെ പേര് എന്താണ്? ഉത്തരം സാറ്റേൺ V എന്നാണ് അപ്പോളോ 11 വഹിച്ചുകൊണ്ട് ബഹിരാകാശത്തേക്ക് ഉയർന്ന റോക്കറ്റിൻ്റെ പേര്. ബഹിരാകാശത്തെ ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം സുനിത വില്യംസ് ആണ് ബഹിരാകാശത്ത് ഏറ്റവും കൂടുതൽ കാലം കഴിഞ്ഞ ഇന്ത്യൻ വനിത. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയ ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലിയാണ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആദ്യമായി പ്രപഞ്ച നിരീക്ഷണം നടത്തിയത്. ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോകം ഏതാണ്? ഉത്തരം ടൈറ്റാനിയമാണ് ചന്ദ്രനിൽ ധാരാളമായി കാണപ്പെടുന്ന ലോഹം. ചന്ദ്രനിലെ മണ്ണ് ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം
ഉത്തരം റിഗോലിത്ത് എന്നാണ് ചന്ദ്രനിലെ മണ്ണ് അറിയപ്പെടുന്നത്. ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം ഏതാണ്? ഉത്തരം ചൈനയാണ് ചന്ദ്രനിൽ ദേശീയ പതാക നാട്ടിയ രണ്ടാമത്തെ രാജ്യം. അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം എന്നാണ്? ഉത്തരം ഏപ്രിൽ 12-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ ദിനം. മനുഷ്യൻ്റെ ചാന്ദ്രയാത്ര ഭാവനാത്മകമായി ചിത്രീകരിച്ച ആദ്യ പുസ്തകമേത്? ഉത്തരം ഫ്രം എർത്ത് ടു മൂൺ, ജൂൾസ് വെൻ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ ആരാണ്? ഉത്തരം ശുഭാംശു ശുക്ലയാണ് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിലെത്തുന്ന ആദ്യ ഇന്ത്യൻ പൗരൻ. പൊട്ടിത്തെറിയിലൂടെ നശിക്കുന്ന നക്ഷത്രത്തെ പറയുന്ന പേര് എന്താണ്? ഉത്തരം സൂപ്പർനോവ എന്ന പേരിലാണ് പൊട്ടിത്തെറിക്കുന്ന നക്ഷത്രത്തെ പറയുന്നത്. സൂര്യനോട് അടുത്തുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ബുധനാണ് സൂര്യനോട് അടുത്തുള്ള ഗ്രഹം. ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം എത്രയാണ്? ഉത്തരം 1.3 സെക്കൻഡാണ് ചന്ദ്രനിൽ നിന്ന് പ്രകാശം ഭൂമിയിലെത്താൻ എടുക്കുന്ന സമയം. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവെപ്പ്, എന്നാൽ മാനവരാശിക്കോ ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആരാണ്? ഉത്തരം ആദ്യം ചന്ദ്രനിൽ കാലുകുത്തിയ നീൽ ആംസ്ട്രോങ് ആണ് ഇങ്ങനെ പറഞ്ഞത്. ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ന്യൂട്ടൺ ഗർത്തം എന്നാണ് ചന്ദ്രനിലെ ഏറ്റവും ആഴം കൂടിയ ഗർത്തത്തിന് പറയുന്ന പേര്. ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം ഏതാണ്? ഉത്തരം വിക്രം സ്റ്റേഷനാണ് ഇന്ത്യയിലെ ഉപഗ്രഹ വാർത്താവിനിമയ ഭൂനിലയം. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന്റെ നിറം എന്താണ്? ഉത്തരം ഓറഞ്ച് നിറത്തിലാണ് വിമാനത്തിലെ ബ്ലാക്ക് ബോക്സ് കാണപ്പെടുന്നത്. ഇൻസാറ്റിന്റെ പൂർണ്ണ രൂപം എന്താണ്? ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ് എന്നാണ് ഇൻസാറ്റിന്റെ പൂർണ്ണ രൂപം. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ഉത്തരം രോഹിണി എന്നാണ് ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിക്ഷേപിച്ച ആദ്യ കൃത്രിമ ഉപഗ്രഹം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുവാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.